വന്ദേ ഭാരത് ട്രെയിനിൽ പാടിയ ദേശഭക്തി ഗാനം വിവാദമാക്കിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ ആശങ്കയില്ല. കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുകളിലും ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് ഓർക്കണം. കുട്ടികളോട് പാട്ട് പാടാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുട്ടികൾ ദേശഭക്തി ഗാനം പാടിയത്. ചില മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇത് കുട്ടികൾ വീണ്ടും അവർ പാനിക്കാകുകയാണ്. ഇത് വീണ്ടും തുടരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം എന്നുള്ളതാണ്. കാരണം സ്കൂളിന്റെ ഭാഗത്തോ വിദ്യാർത്ഥികളുടെ ഭാഗത്തോ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിലേക്ക് റെയിൽവേ മനഃപൂർവ്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങൾ. റെയിൽവേക്ക് ഇതിലൊരു റോളുമില്ല. വകുപ്പിന്റെ നീക്കം സ്കൂളിനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു ആശങ്കയുമില്ല. കാരണം നമ്മൾ സത്യസന്ധമായ ഭാഗത്ത് തന്നെയാണ്. കുട്ടികളുടെ ഫോട്ടോ വളരെ മിസ്യൂസ് ചെയ്യുന്നു, വളരെ ചർച്ചയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ. അതിനെതിരായിട്ട് മാത്രമാണ് സ്കൂളുകളെ. അല്ലാണ്ട് ഈ വിഷയം സത്യസന്ധമായിട്ടും ദേശഭക്തി ഗാനമാണ്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ തുറന്ന ഒരു ഡിബേറ്റ് ആർക്കും നടത്താം. എത്ര മലയാള പണ്ഡിതന്മാർക്കും ഇതിൽ ചർച്ച നടത്താം. ഇതിൽ RSSന്റെയോ BJPയുടെയോ അല്ലെങ്കിൽ ദേശവിരുദ്ധമായ ഒരു വാക്കുകളും ഇല്ല എന്നുള്ളതാണ് സ്കൂളിന്റെ ഭാഗം. വിശദാംശങ്ങളുമായി സുബിൻ കെ തോമസ് ചിരികയാണ്. സുബിൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാലയത്തിന്റെ തീരുമാനമല്ലേ? ാണ് ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഡിൻഡോ KP വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഈ ഭാരത് ട്രെയിനിനുള്ളിൽ ഇത്തരത്തിൽ കുട്ടികൾ ഈ ദേശഭക്തി ഗാനം പാടിയത്. ഈ വാഹനത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ട്രെയിനിൽ കുട്ടികൾ എത്തുന്നത്. ഈ സമയത്ത് ട്രെയിനിനുള്ളിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ കുട്ടികളോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അത്തരത്തിൽ കുട്ടികൾ ഈ ദേശഭക്തി ഗാനം പാടുകയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ചില ആളുകൾ ഈ കുട്ടികൾ പാട്ടുപാടി ഈ ദേശഭക്തി ഗാനം പാടിയത് അത് വിവാദമാക്കാൻ ശ്രമിച്ചു, അത് വിവാദമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് കുട്ടികൾ നേരിട്ടത്. അതേസമയം ഈ സൈബർ ആക്രമണം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സ്കൂളിനെതിരെയും അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ ദേശഭക്തി ഗാനം ആലപിച്ച വിഷയത്തിലും ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകേണ്ടിരുന്നത്. എന്തോ നിർഭാഗ്യവശാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലുള്ളൊരു സമീപനമല്ല ഉണ്ടായത് എന്നുള്ളതാണ്. നിലവിൽ കുട്ടികൾക്കുൾപ്പെടെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ആശങ്ക കുട്ടികളുടെ മാതാപിതാക്കൾ പങ്കുവച്ചിട്ടുമുണ്ട് എന്ന് ഈ പ്രഥമാധ്യാപകൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിലവിൽ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന് മുകളിലും ബാലാവകാശ കമ്മീഷൻ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും പ്രഥമാധ്യാപകൻ നൽകുന്നുണ്ട്. കേന്ദ്ര ബാലാവകാശ കമ്മീഷനെ ഉൾപ്പെടെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാനുള്ള ഒരു നീക്കമാണ് എന്തായാലും എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ അധികൃതർ സ്വീകരിച്ച് വരുന്നത്. ശരി, സുബിൻ കെ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.